അപ്പോൾ ഇന്ന് കാട ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങൾ: ക്ലീനാക്കി വെച്ചേക്കുന്ന കാട, ടർമറിക്, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, സ്ക്യൂസ് ഓഫ് ലെമൺ, പിന്നെ ഓയിൽ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോൾട്ടിട മറക്കരുത്. എന്നിട്ടൊക്കെ മിക്സ് ചെയ്ത് കരിവേപ്പിൻ്റെ ഇലയൊക്കെ ആയിട്ട് സെറ്റാക്കി കുറച്ച് 1 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളി ഇല്ലാത്തൊരു സംഭവമില്ല. ഇതിന് തൊലിയൊന്നും കളയണ്ട, ജസ്റ്റ് ചതച്ചെടുക്കുക. അതിനുശേഷം പാൻ ചൂടാക്കുക. പാനിലേക്ക് ഈ വെളുത്തുള്ളി ഇടുക, കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ സ്പൂൺ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് നമ്മുടെ കാട ഫ്രൈ മസാല കൂട്ടി വെച്ചിരിക്കുന്ന കാട എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മലത്തിയും കിടത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അവർ കിടന്നങ്ങോട്ട് മൊരിയട്ടെ. അപ്പോഴേ ഈ കാട ഇവിടെ എത്തിയതിനൊരു കഥയുണ്ട്. ഈ പ്രാവശ്യത്തെ ക്ലബിൻ്റെ ഓണം സെലിബ്രേഷന് തീറ്റ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയ ആൾക്കാണ് 10 കാട കൊടുത്തത്. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അതിൽ 5 കാട എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു, 5 കാട അവനും കൊണ്ടുപോയി. ആ കാടയാണ് ഈ കിടന്ന് മൊരിയുന്നത്. കാട റെഡിയായി കഴിഞ്ഞു. ഇനി ചോറുണ്ണാം. പൊളിയല്ലേ?